ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് നിങ്ങളൊരാളെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഞാൻ ആ ആളെ കാണിച്ചു തരാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്കും കാണുമ്പോൾ എക്സൈറ്റഡ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബിഫോർ റിവീലിംഗ് ദ പേഴ്സൺ ഞാൻ പറയാണ്, ഞങ്ങളെ വീട്ടിൽ അമ്പാൻ വന്നു. അപ്പോൾ ആ അമ്പാനെ നിങ്ങൾക്കും കാണണ്ടേ? ഞാൻ കാണിച്ചു തരട്ടെ. സോ കം വിത്ത് മീ. ഓഫ് ലവ്, ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, ഐ ആം ഗോയിങ് ടു ഷോ യു മൈ പെറ്റ് അമ്പാൻ. സോ ദിസ് ഈസ് മൈ അമ്പാൻ. ഇതാണ് ഞങ്ങളെ അമ്പാൻ കുഞ്ഞ്. ഇതാണ് അമ്പാൻ. അപ്പോൾ ആളെ 33 ദിവസമായ സമയത്ത് ഞങ്ങളടുത്ത് വന്നതാണ്. ഇത് ഞങ്ങളെ സർപ്രൈസ് ബേബിയാണ്. സോ അമ്പാൻ സേ ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അമ്പാൻ. അപ്പോൾ അമ്പാനെ ഞങ്ങൾ 33 ദിവസമായ സമയത്ത് ആണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹരി, അതായത് വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, ഹരിലാൽ എന്നാ പേര്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസായിട്ട് തന്ന ഒരു പെറ്റാണ്. അപ്പോൾ ഐ വിൽ ഷോ യു മോർ വീഡിയോസ് ഓഫ് അമ്പാൻ ഫ്രം ദ ഡേ 33 മുതൽ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം എനിക്ക് പെറ്റ്സിനോട് ഇഷ്ടമാണ്. അതായത് വേറെ പെറ്റ്സ് അല്ല, ഡോഗ്, ക്യാറ്റ്. അപ്പൻ്റെയൊക്കെ കൂടുതൽ ക്യാറ്റായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ പെറ്റുള്ളത്. അത് പറഞ്ഞാൽ നമ്മളെ ബ്രീഡായിട്ടുള്ള പേർഷ്യൻ ക്യാറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ നാടൻ പൂച്ചകൾ. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഒരു പപ്പിയായിട്ടൊരു പെറ്റ് വേണം. അപ്പോൾ ആദ്യത്തെ എൻ്റെ പപ്പി പെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്യാൻഡിയാണ്. ക്യാൻഡി എൻ്റെ വീട്ടിലുള്ള ഗോൾഡൻ റിട്രീവറാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പപ്പി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സാറ പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അബാൻഡൻ ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഏജ്ഡായിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വിട്ടു പോയി. പിന്നെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ, ഹരീൻ്റെ വീട്ടിൽ വരുന്ന അടുത്ത പെറ്റാണ് അമ്പാൻ. അമ്പാൻ പറഞ്ഞൊരു സർപ്രൈസ് ബേബിയാണ്. ഹരി എനിക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് ആയിട്ട് തന്ന ഗിഫ്റ്റാണ് അമ്പാൻ. അമ്പാൻ ഈ വീട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം മുതൽ ഹരി ഇങ്ങനെ പറയുന്നുണ്ട്, നാളെ അമ്പാൻ വരും. ആദ്യം തന്നെ പേരൊക്കെ സെറ്റാട്ടോ. ഹരി പറഞ്ഞേ അമ്പാൻ വരും. അപ്പോൾ ഹരിക്ക് പൊതുവേ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയും. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ വിചാരിച്ചിട്ട് ഞാനും ഓക്കെ വലിയൊരു കെയർ ഒന്നും ചെയ്തില്ല. പിന്നെയാണ് അടുത്ത ദിവസമായി. അപ്പോൾ അമ്പാനെ കാണാൻ പോകാണ്ട് എന്തായാലും നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയി. അപ്പോൾ ഏകദേശം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹരി പറഞ്ഞേ അമ്പാനായിട്ട് ഞാൻ വരാം പറഞ്ഞേ, അമ്പാനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അമ്പാനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, നല്ല സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അമ്പാൻ ഇനി നമ്മളെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ടായി വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് ഇങ്ങനൊരു കൊട്ടയിൽ ഇങ്ങനെ അമ്പാനെ കൊണ്ടുത്തരുന്നു. അപ്പം എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മെയിനായിട്ട് എന്താ വെച്ചാൽ പഗ് പറഞ്ഞ ഒരു ബ്രീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പേര് ഹച്ച് ഡോഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വോഡഫോണിൻ്റെ പരസ്യമില്ലായിരുന്നു. ആ സമയം മുതൽ ഇങ്ങനെ സോക്സ് എടുത്തുകൊണ്ട് വരിക, നമ്മൾ പറയുന്നത് കേൾക്കുക, അങ്ങനെ കാണുന്ന ഒരു ഡോഗ് ഉണ്ടല്ലോ. ഈ ഭയങ്കര എനിക്ക് ആദ്യമായിട്ടൊരു ചെറിയ പപ്പി എന്നൊക്കെ ചിന്തിച്ച സമയത്ത് ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പഗ്ഗിനെ. ഞാൻ ഹരിനോട് എനിക്ക് പറയും. അങ്ങനെ ഒരു തവണ മുന്നേ ഞങ്ങളിങ്ങനെ ഒരു പെറ്റിനെ വാങ്ങുന്ന സ്ഥലത്ത് പോയിരുന്നു ഒരു വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ പഗ്ഗിനെ കണ്ടു. അപ്പോൾ ഹരി പറഞ്ഞ് ഇപ്പോൾ വാങ്ങിയാൽ നമ്മളെങ്ങനെയാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ഉഴിഞ്ഞൊക്കെ കൊടുത്ത് ഭയങ്കര സങ്കടത്തോടെ തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങൾക്കൊരു പഗ് തന്നെ കിട്ടുന്നു. അതും എന്ത് ക്യൂട്ടാണെന്നറിയോ. അപ്പോൾ എനിക്കത് തന്നു. അപ്പോൾ ഞങ്ങൾക്കും വീട്ടിലൊരാളായി. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. പൊതുവേ ഈ സർപ്രൈസൊക്കെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ക്യാപ്ചർ ചെയ്യൂലേ. പക്ഷേ എൻ്റെ ഹരി അതൊന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസൊന്നുമില്ല. അമ്പാൻ 33 ഡേയ്സ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയ ശേഷം കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുവരൂ. നിറദീപം ചാർത്തുന്നു, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം നീളെ
മഞ്ഞിൻ കൂടാരം വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമരുന്നു മിന്നത്തേ നിന്നെ തഴുകിത്തലോടാ നിർവൃത്തിയോടെ പുണരാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്യൂട്ട് ബേബി അമ്പാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയൂ. അപ്പോൾ ഓക്കെ ദെൻ ബൈ.